ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഇന്ന് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ബോട്ടിലില്ലെങ്കിൽ നമ്മൾ സാധാരണ ജ്യൂസൊക്കെ വാങ്ങിക്കുന്ന കുപ്പിയായാലും മതി. എന്നിട്ട് ഞാൻ കുറച്ച് വലിപ്പം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ വലിയ ബോട്ടിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ഇതിൻ്റെ അടിവശത്തേക്കൊക്കെ കുറച്ചൊന്ന് ഇറക്കിയിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ ശരിക്കും ഒരു കർവ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മൂടിയൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് അങ്ങനെ തന്നെ വെച്ചിട്ട് ഞാനൊരു ടേപ്പ് എടുത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് എങ്ങാനും ഇളകി പോരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാനിവിടെ വൈറ്റ് അക്രൈലിക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഗ്ലിറ്റർ പൗഡറൊന്നും ഇല്ലായിരുന്നു. അപ്പം ഗ്ലിറ്റർ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൽ പശ തേച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഞാൻ ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് അക്രൈലിക് കളർ അടിച്ചതിന് ശേഷം മെറ്റാലിക് സിൽവർ കളർ ഡസ്റ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കയ്യിലോട്ടാണ് എടുത്തിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മെറ്റാലിക് പെയിൻറ്റ് എനിക്ക് അത്രയ്ക്ക് വലിയ ഭംഗി തോന്നിയില്ല, അതായത് ഒരു ഫിനിഷിങ് തോന്നണില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാടും ചൂട്ട് പോലെ തോന്നായിരുന്നു. അപ്പോൾ ഇതാവുമ്പോൾ ഒരു ഫിനിഷ് ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എക്സസ് ആയിട്ടുള്ളത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ നമുക്കതിങ്ങനെ പോന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ലുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിവശത്തോട്ട് ഞാനിവിടെ നമ്മുടെ ഫെവി ബോണ്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഗ്ലിറ്റർ ഫോമാണ് കേട്ടോ. ഗ്ലിറ്റർ ഫോം ഇങ്ങനെ അടിയിലോട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതേ രണ്ടെണ്ണത്തിൻ്റെയും അടിയിൽ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിൽവർ ഡസ്റ്റിന് പകരം നിങ്ങൾക്ക് ഗോൾഡൻ ഡസ്റ്റ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ ഗ്രീൻ കളറും യെല്ലോ കളറും നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെ ഇതേപോലെ ലീഫിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ വെട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതേപോലെ കുട്ടി ബോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടാതെ നമ്മുടെ പ്രസൻറ്റേഷൻ പൊതിയുന്ന പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേപ്പറിൻ്റെ ബാക്ക് വശം എന്ന് പറയുന്നത് ഇതേപോലെ സിൽവർ കളറുള്ളതായിരിക്കും. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ കവറൊക്കെ ആയാലും മതി കേട്ടോ. ഇല്ലെങ്കിൽ ഇതേപോലത്തെ കുട്ടി ബോൾസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതായാലും മതി. അപ്പോൾ അതില്ലാത്തവർക്കാണ് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോൾസ് നമ്മുടെ കടയിലൊക്കെ അവൈലബിൾ ആണ്. 3 രൂപയാണ് ഒരു ബോളിന് വില. ഇവിടെ ഇതേപോലത്തെ ഇഷ്ടം മാതിരി ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മോൻ കാണാതെ എടുത്തിട്ടുള്ളതാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെനിക്കിപ്പോൾ കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ വേഗം തന്നെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളുണ്ടാക്കിയ പ്ലാസ്റ്റിക്കിൻ്റെ ബെല്ലിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് ഇല്ലേ, ആ ത്രെഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ ജൂട്ട് ത്രെഡോ അല്ലെങ്കിൽ നമ്മുടെ വുളൻ നൂലൊക്കെ ആയാലും മതി. ആ ത്രെഡ് ഇതേപോലെ ഇതിലേക്ക് ഒട്ടിച്ചിട്ട് നമ്മുടെ ഈ മൂടിയില്ലേ, കുപ്പിയുടെ ക്യാപ്പിൻ്റെ അവിടെ ഒരു ഓട്ട തുളച്ചിട്ട് അതൊരു പപ്പടക്കോലുകൊണ്ടൊക്കെ ഞാൻ കുത്തിയെടുത്തത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കുത്തിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ എടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് നോക്കുക. അടിയിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കുറച്ച് ഭാഗമേ കാണാൻ പാടുള്ളൂ. അങ്ങനെ നോക്കിയിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു പഴയൊരു വള എടുത്തിട്ടുണ്ട്. ആ വളയിൽ ഞാൻ ഇതേപോലെ റെഡ് റിബൺ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ റിബണില്ലെങ്കിൽ വുള്ളനൂലൊക്കെ ആയാലും മതി. ഇതേപോലെ ചുറ്റിയിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബെൽസ് ഇതിലേക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്ന് ചെരിച്ച് വടിച്ചിട്ട് 2 കൂടി ഒട്ടിക്കും വേണം. അതിൻ്റെ മുകളിൽ ഇതേപോലെ വളയും കൂടിയും ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്ലിറ്റർ ഫോം ഷീറ്റ് കൊണ്ടുള്ളത് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് റിബണൊക്കെ അത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ടൊക്കെ 2 സൈഡിലും അവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൂവ് എന്ന ഉദ്ദേശത്തോടു കൂടി ഞാനൊരു ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അത് വെറുതെ ജസ്റ്റ് ഒന്ന് ഗ്ലിറ്റർ ഫോം ഷീറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ തിരിപ്പിച്ചിട്ട് അവസാനം ഒന്ന് ഗ്ലൂ ഗൺ കൊണ്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ നടുക്കിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇതിങ്ങനെ. അപ്പോൾ അത് ഇതേപോലത്തെ ഒരു സ്റ്റൈലായിരിക്കും. ഇല്ലെങ്കിൽ റോസ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ റെഡ് കളറ് റോസാപ്പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ നല്ല ഗ്രീനൊക്കെ എന്ത് ഡെക്കറേഷൻസ് വേണമെങ്കിലും ഇനി ഇതിലോട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ മുകളിലും ഒരു റിബൺ ഇതേപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മൂടിയുടെ ക്യാപ്പിൻ്റെ അവിടെ ഒരു റിബൺ കൊണ്ടൊന്ന് വെറുതെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ റിബൺ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ കേട്ടോ. അപ്പം നമ്മൾ പരമാവധി അധികം കാശ് ചിലവില്ലാണ്ട് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോട്ടിലാട്ട് ഇനി ക്ലേ വെച്ചിട്ടൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമ്മൾ ബോട്ടിലാട്ടും വോൾ ഹാങ്ങിങ്ങും പിന്നെ ക്രാഫ്റ്റും ഓർണമെൻറ്റ്സും ഒക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു. അപ്പോൾ നിങ്ങളിത് സീരിയസ് ആയിട്ട് ചെയ്താൽ മതി എന്നാണ് ബോട്ടിലൂടെ നിങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ തുടർന്ന് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കതിൽ ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം. അപ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മറ്റുള്ള ഏതെങ്കിലും ക്രാഫ്റ്റ് വീഡിയോ നമ്മളതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ടൈപ്പിക്കും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അപ്പോൾ നമുക്കിനി വേറൊരു ക്രിസ്മസ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.